السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أكرمنا بالإيمان دائم الجود والإحسان كريم العفو والغفران الذي كل شيء سواه فان والذي أرسل نبينا وحبيبنا ومعشوقنا ومصطفانا ومجتبانا محمدا صلى الله عليه وسلم رحمة للعالمين وراحة للعاشقين ومراد المشتاقين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي واجعل لي وزيرا من أهلي هارون أخي اشدد به أزري وأشركه في أمري. شبيهك بدر الليل بل أنت أنور ووجهك من ماء الملاحات يزهر. فيا زينة الدنيا ويا غاية المنى فمن ذا الذي عن حسين وجهك يبصر. فثلثك كافور وربعك عنبر وخمسك ياقوت وباقيك جوهر. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. مصطفى جانے رحمت پہ لاکھوں سلام. مصطفیٰ جانے رحمت پہ لاکھوں سلام. شمع بز میں ہدایت پہ لاکھوں سلام. ആദരണീയരായ സാദാത്യങ്ങളെ, വന്യരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദുദ്യമത്തെ സമ്പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന് സുജൂദുകൾ അർപ്പിക്കാൻ പടച്ചവൻ്റെ ഇഷ്ടഗേഹമാകുന്ന ഒരു പള്ളി കൂടി അല്ലാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഉദ്ഘാടനം വന്യരായ സുലൈമാൻ ഉസ്താദ് അവറുകൾ നടത്തിത്തന്നു. മഹാനായ ഖമറുൽ ഉലമ എ പി ഉസ്താദ് അവറുകൾ അടക്കമുള്ള നമ്മുടെ വന്യരായ നേതൃത്വം അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനിയൊരു പ്രഭാഷണത്തിൻ്റെ വിരസത നിങ്ങൾ അനുഭവിക്കുന്നത് ഞാൻ വേദനയോടെ നോക്കിക്കാണുകയാണ്. ഒരല്പം അധികപ്പറ്റാണെങ്കിലും ഒരല്പസമയം നിങ്ങൾ ക്ഷമിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഒന്ന് രണ്ട് വാക്കുകൾ ഒരു ചെറിയ സാഹസികം സഹിച്ചു വന്നതിൻ്റെ പേരിൽ ഞാൻ പറയുകയാണ്. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി പറയാനും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി കേൾക്കാനും
അവന്റെ പൊരുത്തത്തിലായി ശിഷ്ടപ്രവർത്തനങ്ങളിൽ ഇതിനെ പ്രതിഫലിപ്പിക്കുവാനും നമുക്കും ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെടുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പദം പറഞ്ഞ് സന്തോഷത്തോടെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ വിട പറയുന്നത് പോലെ വിട പറയാം. നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, അഭ്യുതകാംക്ഷികൾ, ഗുണകാംക്ഷികൾ, നമ്മോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, നാം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, വിജ്ഞാനത്തിൻ്റെ വഴിയിൽ സഹായിച്ചവർ, പ്രഭാഷണ മേഖലകളിൽ സഹകരിക്കുന്നവർ, സദസ്സുകളിൽ വേദികളിൽ ഭവിഷ്ഠരാകുന്നവർ ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തിയുടെ പേര് കേൾക്കുമ്പോലെയാണ് അള്ളാഹിൻ്റെ ഹബീബായ പ്രവാചകന്റെ പേര് കേട്ടപ്പോൾ നിങ്ങൾ പ്രതികരിച്ചത് എന്ന് പറയേണ്ടി വന്നതിൽ വേദനയുണ്ട്. ഉള്ള ആളുകൾ ആവേശത്തിൽ സ്വലാത്ത് ചൊല്ലിയാൽ നാം വന്നതും ഇരുന്നതുമൊക്കെ വലിയ ഒരു ഫലത്തിലാകും എന്നത് സംശയമില്ല. 100% ഉറപ്പുള്ള ഒരേ ഒരു അമലാണ് സ്വലാത്ത്. എൻ്റെ വിഷയം അതല്ല എങ്കിലും ഞാൻ ആമുഖമായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സർവ്വസാധാരണമായി എൻ്റെ സദസ്സുകളുടെ ആമുഖത്തിൽ ഓർമ്മപ്പെടുത്താറുള്ളതുപോലെ ഞാൻ പറയുകയാണ്. നാം അനുഷ്ഠിക്കുന്ന ഒരുപാട് അനുഷ്ഠാനങ്ങൾ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ ലാ യദ്രി അഹദുൻ അഖ്ബലത് അംറുദ്ദത്, ഒരാൾക്കും അത് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പിക്കാൻ സാധ്യമല്ല. അള്ളാഹു നമ്മുടെ അമലുകളെ സ്വീകരിച്ചു നൽകുമാറാകട്ടെ. പക്ഷെ 100% അള്ളാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള ഒരേ ഒരു അമൽ, രണ്ടാമതൊരു അമലില്ല. 100% അള്ളാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള ഒരേ ഒരു അമൽ. ഒരേ ഒരു അമൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് മാത്രമാണ്. 100% ഉറപ്പാണ്. അതിന്റെ പ്രൊനൗൺസിയേഷൻ അല്ലാഹു നോക്കുകയില്ല, അതിന്റെ ഉച്ചാരണം അല്ലാഹു നോക്കുകയില്ല. അദ്കിയ എന്ന് പറയുന്ന ചെറിയ ഗ്രന്ഥത്തിന് ഒരു ചെറു ശറഹുണ്ട്, കിഫായത്തുൽ തഖിയ. അതിന്റെ ശറഹിൽ കാണാം, സ്വലാത്ത് ചൊല്ലുന്ന ആള് അയാൾ ഹിദായത്തുള്ള ആളാണോ എന്ന് പോലും പരിശോധിക്കുകയില്ല. അത്ര വലിയ പരിമളമുള്ള വേറെ ഒരു അമൽ കണ്ടെടുക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ പരിശുദ്ധരായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇഅ്തിഖാദുള്ള വിശ്വാസികൾ ആ സ്വലാത്തിനും അതിന്റെ മജ്ലിസിനുമൊക്കെ ആവോളം പ്രസക്തി കൊടുക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ സത്യവിശ്വാസികളുടെയും പ്രണയലോകത്തെ രാജകുമാരനായി ശോഭിക്കുന്ന പരിശുദ്ധ മദീനത്തെ മണവാളൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വത്തിന്റെ അഷ്ടദിക്കുകളിൽ ഇഷ്ടത്തിന്റെ ഇതിഹാസം തീർത്ത ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹ സാഫല്യങ്ങളുടെ സുവർണ തീരങ്ങളിൽ സ്നേഹ സായോജ്യത്തിന്റെ സായാഹ്നങ്ങൾ തീർത്ത പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രണയമിരമ്പുന്ന സ്വലാത്തുമായി ബന്ധപ്പെട്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരൽപ്പം അനുരാഗത്തിന്റെ ആവേശം നിങ്ങൾ കാണിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരൊറ്റ ഹദീസ് ഇൻഷാ അല്ലാഹ് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എനിക്ക് 100 വട്ടം ആവർത്തിച്ച് നിങ്ങൾ സ്വലാത്തിന്റെ ആവേശം കൂട്ടണേ എന്ന് പറയേണ്ടി വന്നാലും ഉറച്ചുറച്ച് നിങ്ങൾ സ്വലാത്ത് ചെല്ലണേ, സ്വലാത്തിന്റെ ശക്തി കുറയ്ക്കരുതേ എന്ന് എനിക്ക് അവസാനം വരെ 1000 വട്ടം ആവർത്തിച്ച് പറയേണ്ടി വന്നാലും എനിക്കതിൽ യാതൊരു അലോസരമുള്ള ആളല്ല. കാരണം ആ അമല് കൊണ്ടാണ് അള്ളാന്റെ പരലോകത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ളത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ബീവി ആയിഷത്തു തുഹ്റ റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ മുമ്പിലുള്ളവരെ, പരിസരത്ത് ഏതെങ്കിലും പെങ്ങളെ കേൾക്കുന്നെങ്കിൽ വളരെ ആത്മാർത്ഥതയോടെ കേൾക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നതാ സ്വാതന്ത്ര്യ സമര സന്തോഷങ്ങൾ പങ്കുവച്ചവരാണ് നമ്മൾ. നമ്മുടെ ഭാരതം അധിനിവേശ ശക്തികൾക്കെതിരെ കയ്യും മെയ്യും ഒന്നിച്ച്, എല്ലാ മതക്കാരും ഒന്നിച്ച്, വർണ്ണവൈജാത്യങ്ങളുടെ അതിർവരമ്പുകൾ ഭേദിച്ച്, മുസൽമാനും ഹൈന്ദവനും ക്രൈസ്തവനും എല്ലാ മതസ്ഥനും മതമുള്ളവനും മതമില്ലാത്തവനും ഒന്നിച്ച് ഇവിടെയുള്ള സാമ്രാജ്യ ശക്തിയെ തുരത്താനുള്ളൊരാവേശം കാണിച്ചതിന്റെ ഒരു സ്മരണ പുതുക്കലും 70-ാം വർഷത്തിന്റെ സ്മരണ പുതുക്കലുമായി ഇന്നത്തെ പകൽ കഴിഞ്ഞു പോയപ്പോ ആ ത്രിവർണ്ണ പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ചില്ലേ നമ്മൾ? നാം രാജ്യത്തെ പരിപാലിക്കുന്ന ആളുകളാണ്, നാം രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകളാണ്, നാം രാജ്യത്തിന് വേണ്ടി പോർക്കളത്തിൽ പോരാടിയ പോരാളികളെ ഓർക്കുന്നവരാണ്. വിശ്വാസികളായ ആളുകൾ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ഉൾക്കൊണ്ടതാണ് രാജ്യസ്നേഹമെന്ന് വിളംബരം ചെയ്തുകൊണ്ട് ജീവൻ ബലിയർപ്പിച്ച ഒരു പിടി ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ഓർക്കുകയും ചെയ്യുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കടന്നു പോകാം പരിശുദ്ധമായ മദീനയുടെ പരപ്പിലേക്ക്. ലോകത്തിൽ ഇതിഹാസങ്ങൾ രചിച്ച പുണ്യമായ മദീന, ആ മദീനയുടെ ഏറ്റവും വലിയ അത്ഭുതമേതാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നുറങ്ങുന്ന അവിടുത്തെ ചെറിയ ഭവനമാണ്. നഫസീൽ ഹേ നമഹൽ സറാ തേര ഫർശ് ഹേ വഹി ബോരിയാം. വലിയ വലിയ രാജാക്കന്മാർ വലിയ വലിയ പട്ടുമെത്തകൾ അന്വേഷിച്ചു പോയപ്പോ ലോകത്തെ മുഴുവനും പ്രണയം കൊണ്ടും സംസ്കാരം കൊണ്ടും സംസ്കൃതി കൊണ്ടും ലോകത്തെ കീഴടക്കിയ അനുരാഗ രാജകുമാരൻ കടന്നത് കവി പറയുകയാണ്. ഈന്തപ്പന ഓലകളുടെ മടലുകൾ പ്രവാചകന്റെ ഭൂമേനിയിൽ തട്ടിയിട്ട് കളർ വീഴുകയും ചുവക്കുകയും ചെയ്തില്ലയോ? ആ പുണ്യപ്രവാചകൻ കിടക്കുന്നത് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ലോകമാതാക്കളുടെ നേതൃമതിയായ മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിലെ തമ്പുരാട്ടിമാരുടെ തമ്പുരാട്ടിയാണ് ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലങ്ങ് മയങ്ങിപ്പോവുകയാ. പുണ്യപ്രവാചകൻ ഉറങ്ങിപ്പോയി ഉറക്കത്തിലേക്ക് പോയി. അള്ളാന്റെ ഹബീബായ പ്രവാചകർ ആയിഷ ബീവി അള്ളാന്റെ റസൂലിന്റെ മുഖത്ത് നോക്കുകയാണ്. 14-ാം രാവിലെ പൂർണ്ണേന്ദുവിനെ പരാജയപ്പെടുത്തിയ സുന്ദരമായ ഒളിമിന്നുന്ന വദനമുള്ള പ്രവാചകരുടെ ആ ഒളിമങ്ങാത്ത പ്രഭയിലേക്ക് മഹദി അവർകൾ നോക്കുകയാണ്. അന്ത ശംസുൻ അന്ത ബദറുൻ അന്ത നൂറുൻ ഫൗഖ നൂരി അന്ത യക്സീറുൻ വഗാലി അന്ത മിസ്ബാഹു സുദൂരി യാ നബി സലാം അലൈക്കും സലാം അലൈക്കും സലവാത്തുല്ലാഹി അലൈക്കും. ഈ പുണ്യമായ മാട്ടായിൽ ഇന്ന് സമാരംഭം കുറിച്ചിരിക്കുന്ന പുണ്യമായ ഗേഹത്തിന്റെ പരിസരത്ത് പരിശുദ്ധമായ ഒരു മജ്ലിസിന്റെ തീരത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാന്റെ ഹബീബായ പ്രവാചകനെ സദസ്സിനെ കാണട്ടെ. ചെറുപ്പക്കാരാ, അള്ളാന്റെ റസൂലേ സദസ്സിനെ കാണട്ടെ. ഇവിടെ നിന്നും ചെല്ലുന്ന സ്വലാത്തും മദ്ഹും പ്രവാചകൻ ഏറ്റെടുക്കട്ടെ, പ്രവാചകൻ സന്തോഷിക്കട്ടെ, പ്രവാചകൻ പുഞ്ചിരി പ്രസാദമായി പ്രതികരിക്കട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങിപ്പോയപ്പോ ആയിഷ ബീവി അള്ളാന്റെ ഹബീബായ പ്രവാചകന്റെ വദനത്തിലേക്ക് നോക്കുകയാണ്. വദനത്തിലേക്ക് നോക്കുമ്പോ ആയിഷ ബീവിയുടെ മനസ്സിൽ വന്ന ചിന്ത എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ പരലോക സ്മരണയാണ് വന്നത്. ചിന്തിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അവിടെയുണ്ട്. നമ്മളൊക്കെ പരലോകത്തെക്കുറിച്ച് ആലോചിക്കുന്നവരാ, നമ്മളൊക്കെ പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാ, നമ്മളൊക്കെ
പരലോകത്തെക്കുറിച്ച് വല്ലപ്പോഴും സ്മരിക്കുന്നവരാ. നമ്മളെപ്പോഴാ ചിന്തിക്കുന്നത്? ഒരു വിഷമം വരുമ്പോ, ഒരു ദുഃഖം വരുമ്പോ, ഒരു ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷം കടന്നു വരുമ്പോ, നമുക്കൊരു രോഗം വരുമ്പോ, നാം ഒരു അപകടത്തിൽപ്പെടുമ്പോ, നമ്മുടെ വീട്ടിൽ അസ്രായേൽ കടന്നു വരുമ്പോ, നമ്മൾ ആ സമയത്താണ് പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരും ദാസികളും പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് കേവലം ദുഃഖസാന്ദ്രമായ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല, അവര് സന്തോഷമുള്ളപ്പോഴും പരലോകത്തെക്കുറിച്ച് ഓർക്കുന്നവരാണ്. അവിടെയാണ് ഒരു സത്യവിശ്വാസിയുടെ പവർ. സന്തോഷമുള്ളപ്പോ പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന കൽബ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കുമുണ്ടോ സന്തോഷിക്കാം? സന്തോഷമുള്ളപ്പോ, ജീവിതത്തിലൊരു സൗഭാഗ്യമല്ല തന്നപ്പോ, ജീവിതത്തിലൊരു ഭൗതികമായ കയറ്റം കിട്ടിയപ്പോ അല്ലാഹനെ മറക്കാത്ത കൽബുകളുണ്ടോ? പരലോകത്തെ മറക്കാത്ത കൽബുകളുണ്ടോ? ബിരുദവും ബിരുദാനന്തര ബിരുദവും ബിരുദങ്ങളുടെ അക്ഷരമാല കൂട്ടങ്ങളും സ്വന്തം പേരിനോടൊത്ത് മേമ്പടി ചേർത്ത് വെച്ച് എഴുതി മുന്നോട്ട് പോകുമ്പോ, ഓരോ ഉദ്യോഗ തലങ്ങളും കൈകാര്യം ചെയ്യുമ്പോ, എന്നെക്കാൾ വലിയവനാരാണ്, എന്നെക്കാൾ പണമുള്ളവനാരാണ്, എന്നെക്കാൾ വലിയ കുടുംബക്കാരനാരാണ്, എന്നെക്കാൾ വലിയ പൊളിറ്റിക്കൽ പവറുള്ളവനാരാണ്, എന്നെക്കാൾ വലിയ സൗന്ദര്യമുള്ള ആളാരാണ്? സഹോദരങ്ങളെ, ഇങ്ങനെ ഓരോ പൈശാചികമായ ചിന്തകൾ പിശാച് വരച്ചു തരുന്ന വരയിലൂടെ സഞ്ചരിക്കുന്ന സഹോദര, എപ്പോഴാ നിനക്ക് പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമുണ്ടായിട്ടുള്ളത്? അള്ളാഹുവിന്റെ പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഈ ഓട്ടപ്പാച്ചിലിനിടയ്ക്ക് എപ്പോഴാണ് നമുക്ക് സമയം കണ്ടെത്താൻ സാധ്യമാകുന്നത്? ആലോചിക്കണേ. ആയിഷ ബീവിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള സമയത്താണ് റസൂലിനെ മടിത്തട്ടിൽ കിട്ടിയ സമയം. ആയിഷ ബീവിയെ സംബന്ധിച്ചിടത്തോളം ഹബീബായ പ്രവാചകനെ മടിത്തട്ടിൽ കിട്ടുന്ന സമയം പോലെ ആയിഷ ബീവിക്കൊരിക്കലും സന്തോഷമുള്ള സമയം ഒരിക്കലും ഇല്ല സഹോദരങ്ങളെ. ആ സമയത്താണ് ആയിഷ ബീവി അള്ളാന്റെ ഹബീബായ പ്രവാചകൻ തന്റെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോഴാണ് ആഖിറത്തിനെ കുറിച്ച് ഓർക്കുകയാണ്, ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കുകയാണ്, പരലോകത്തെക്കുറിച്ച് ചിന്തിച്ചു എന്ന് മാത്രമല്ല, മഹദിയായ ആയിഷ ബീവി കരയുകയാണ്. ഫബക്കത്ത് ഹത്താ സാല ദംഉഹാ ഫനഖത അലാ ഖദ്ദി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റോസായിതളിനേക്കാൾ നൈർമല്യമുള്ള കവിൾത്തടത്തിലേക്ക് മഹദിയായ ആയിഷയുടെ മുത്തുമണികൾ പോലെയുള്ള കണ്ണുനീർക്കണങ്ങൾ വന്നു വീണു. അല്ലാഹുവിന്റെ റസൂലിന്റെ മിഴികൾ തുറന്നു. ഫന്തബഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ണു തുറന്നു നോക്കുമ്പോ ആയിഷ ബീബി തന്റെ പ്രിയപ്പെട്ട പ്രാണപ്രയസി, തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി, തന്റെ പ്രിയപ്പെട്ട ഭാര്യ കരയുകയാണ്, വിങ്ങിപ്പൊട്ടിക്കൊണ്ട് കരയുകയാണ്. മായുബ്കീകി ആയിഷ, മായുബ്കീകി ആയിഷ. എന്തിനാണ് ആയിഷ കരയുന്നത്? എന്തിനാണ് ആയിഷ വിലപിക്കുന്നത്? എന്തിനാണ് ആയിഷ വിതുമ്പുന്നത്? എന്തിനാണ് ആയിഷ ദുഃഖിക്കുന്നത്? പറ ആയിഷ, ഞാനിവിടെയുണ്ടല്ലോ ആയിഷ, നിന്റെ ചാരത്തുണ്ടല്ലോ ആയിഷ, ഞാൻ അറിയാത്ത എന്തു ദുഃഖമാണ് ആയിഷ നിന്നെ പിടികൂടിയിട്ടുള്ളത്? എന്നോട് പറ ആയിഷ എന്ന് അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്തിനാ കരയുന്നത്? ആയിഷ ബീവി പറയാൻ, മഹദി അവറുകൾ പറയാണ്, മറ്റൊന്നുമല്ല, ദഖറത്തുൽ ആഖിറ. അങ്ങ് എന്റെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോ ഞാൻ പരലോകത്തെക്കുറിച്ച് ഞാൻ ഓർത്തുപോയി, അല്ലാഹുവിന്റെ പരലോകത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചുപോയി. യാ റസൂലല്ലാഹ് ഹൽ തസ്കുറൂന അഹ്ലികും യൗമൽ ഖിയാമ. ഇപ്പൊ നിങ്ങൾ എന്റെ അടുത്തുണ്ട്. പരലോകത്തിൽ കടന്നു ചെല്ലുമ്പോ അങ്ങയോടൊപ്പം എനിക്ക് കൂടെ വസിക്കാനുള്ള അവസരം ഉണ്ടാകുമോ? കുടുംബക്കാരെ കണ്ടാല് തിരിച്ചറിയുമോ? കുടുംബക്കാരെ കണ്ടാല് തിരിച്ചറിയുമോ? പരലോകത്തിൽ കുടുംബ ബന്ധങ്ങൾക്ക് സ്ഥാനമുണ്ടോ? അവിടെ കുടുംബക്കാരെ കണ്ടാല് പരസ്പരം അവര് തിരിച്ചറിയുമോ? യാ റസൂലല്ലാഹ്,
ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ധാരാളം ഹദീസുകൾ ഈ ഉമ്മത്തിന് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു വാങ്ങുകയും ഒരുപാട് പാഠങ്ങളുടെ പ്രമേയങ്ങൾ നമുക്ക് അവതരിപ്പിച്ചു തരികയും ചെയ്ത മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ആ വ്യക്തമായ ചോദ്യത്തിന് വളരെ ശക്തമായ മറുപടിയാണ് പ്രവാചകൻ പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഈ മറുപടി പറഞ്ഞുകൊണ്ട് നമുക്ക് ചുരുക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറയുകയാണ്, യാ ആയിഷ, അറിയുമോ ആയിഷ, കേവലം ഒരു വർത്തമാനമല്ല പ്രവാചകൻ പറയുന്നത്. വല്ലദീ നഫ്സി ബിയദിഹി ഫീ സലാസതി മവാത്തിൻ. ഘട്ടങ്ങൾ വരാനുണ്ട് ആയിഷ, 3 ഘട്ടങ്ങൾ വരാനുണ്ട് ആയിഷ, 3 സാഹചര്യങ്ങൾ വരാനുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയം നീ നന്നാക്കി തരണയല്ലോ. പരലോകത്തെ കുറിച്ച് ചിന്തയില്ലാത്തൊരു കൽബ് കൊണ്ടൊരു കാര്യവുമില്ല. എന്റെ മുമ്പിലുള്ള സഹോദരങ്ങളെ, ഈ വിനീതനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു വേള നമ്മൾ കണ്ണടക്കേണ്ടവരാണ്. ഒരു വേള നമ്മുടെ കണ്ണുകളെ തിരുമിയടക്കപ്പെടുകയാണ്. കഥയല്ല സഹോദരങ്ങളെ, സാങ്കല്പിക പ്രമേയമല്ല, ആസ്വദിക്കാനല്ല, അഭിപ്രായം പറയാനല്ല. എന്നെയും നിങ്ങളെയും തോളിലേറ്റുകയാണ്. ഞാനും നിങ്ങളും പള്ളിക്കാട്ടിലേക്ക് കടന്നു പോവുകയാണ്. ആ മണ്ണറയിലേക്ക് താഴ്ത്തി വെക്കുകയാണ്. ഓരോ മനുഷ്യന്റെ മുകളിലേക്കും മണ്ണുവാരി ഇടുകയാണ്. കേവലം ഒരു മനുഷ്യനെയല്ല അടക്കി പിരിഞ്ഞു പോകുന്നത് സഹോദരങ്ങളെ. ഒരുപിടി സ്വപ്നങ്ങൾക്ക് മുകളിലാണ് മൂടുകല്ലുകൾ വെക്കുന്നത്. ഒരുപിടി സ്വപ്നങ്ങളാണ് ഓരോ ദിവസവും നമ്മുടെ പള്ളിക്കാട്ടിൽ കുടിച്ചു മൂടുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപിടി സ്വപ്നം കേവലം ഒരു മനുഷ്യനെയല്ല, ഒരു മനുഷ്യ ശരീരത്തെയല്ല, ഒരു ദേഹത്തെയല്ല മണ്ണ് മൂടിപ്പോകുന്നത്. മകളെ കെട്ടിക്കാനുള്ള സ്വപ്നം, വീട് വെച്ച് കാണാനുള്ള സ്വപ്നം, ഇത്രയും കാലം പഠിച്ചതിന് വേണ്ടി ഒരു ദിവസമൊന്ന് തൊഴിൽ ചെയ്യാനുള്ള സ്വപ്നം, ഒരു വാഹനം വാങ്ങാനുള്ള സ്വപ്നം, ദുനിയാവിലെ പല വർണ്ണരസങ്ങളെയും വർണ്ണശബളിമയെയും കൊതിച്ചു നടന്നവൻ ഒരു കൂട്ടം സ്വപ്നവുമായി ഖബറിലേക്ക് യാത്രയാകുന്നത് നിത്യസംഭവമാവുകയാണ്. അസ്രായീൽ വരുമ്പോൾ തന്നെ പരലോകത്തിന്റെ പ്രകമ്പനങ്ങൾ തുടങ്ങുകയാണ്. ആ പരലോകത്തിൽ വിജയാണോ പരാജിതനാണോ അസ്രായീൽ വരുമ്പം തന്നെ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കാര്യമായി ചിന്തിക്കുക. അള്ളാഹുവിന്റെ പരലോകത്തെക്കുറിച്ച് അള്ളാഹിന്റെ ഹബീബായ പ്രവാചകൻ പറയുകയാണ്, കുടുംബക്കാരെ കണ്ടാല് തിരിച്ചറിയുമോ? കുടുംബത്തിലുള്ളവരെ കണ്ടാല് തിരിച്ചറിയുമോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ഏതൊരു റബ്ബിന്റെ അടുക്കലാണോ, എന്റെ ആത്മാവ് ഏതൊരു റബ്ബിന്റെ പിടിയിലാണോ, ഞാൻ ഏതൊരു രക്ഷിതാവിന്റെ ഉടമസ്ഥതയിലാണോ, അവനെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയട്ടെ ആയിഷ, ഒന്ന് കേൾക്കൂ ആയിഷ. കേവലം ആയിഷ ബീവിയുടെ വദനത്തിലേക്ക് മാത്രമല്ല പ്രവാചകൻ നോക്കിയിട്ടുള്ളത്, അന്ത്യനാളിന്റെ അവസാന ശ്വാസം വരെ വരാനുള്ള മുഴുവൻ മാനവിക സമൂഹത്തിന്റെ മുഖങ്ങളിലേക്ക് നോക്കിയിട്ട് പ്രവാചകൻ സംവദിക്കുകയാണ്. യാ ആയിഷ, അറിയുമോ, ഫീ സലാസതി മവാത്തിനിൻ, 3 ഘട്ടം വരാനുണ്ട് ആയിഷ. ഫഇന്ന അഹദൻ ലാ യദ്കുറു ഇല്ലാ നഫ്സഹു, ഒരാളും അവരുടെ ശരീരത്തെ അല്ലാതെ തിരിച്ചറിയാത്തൊരു ഘട്ടം. സ്വന്തം ശരീരം, ഈ ശരീരം ഒന്ന് രക്ഷപ്പെടുത്തണം, അതല്ലാതെ മറ്റൊരു ചിന്തയില്ലാതെ അവിടെ അലഞ്ഞോടുന്ന പരിഭ്രാന്തരാകുന്ന 3 ഘട്ടമുണ്ട് ആയിഷ, 3 ഘട്ടമുണ്ട് ആയിഷ. ഇത് പറയുമ്പോ പലരും ചിന്തിക്കും, പഠിച്ചോനെ അങ്ങനെ ഒരു ഘട്ടം ഉണ്ടായി, എന്തായാലും ഉമ്മാനെ കണ്ടാൽ തിരിച്ചറിയില്ലേ? 9 മാസവും 14 ദിവസവും ഏതൊരു ഗർഭഗൃഹത്തിൽ കിടക്കാൻ അനുവാദം തന്നുവോ ആ പ്രിയപ്പെട്ട ഉമ്മ, സ്വന്തം അവയവത്തെക്കാൾ പരിരക്ഷിച്ചത് നമ്മളെ ആയിരുന്നു. നാം ഗർഭഗൃഹത്തിൽ വസിച്ചപ്പോ ആ ഉമ്മ മകനെ, അല്ലെങ്കിൽ ആ ഉമ്മയെ മകൻ കണ്ടാ തിരിച്ചറിയില്ലേ? അങ്ങനൊരു സംഭവം ഉണ്ടോ?
ഉപ്പയെ കണ്ടാൽ തിരിച്ചറിയില്ലേ? രാവുകളെ പകലാക്കി തന്ന പ്രിയപ്പെട്ട ഭാര്യ, പ്രിയപ്പെട്ട ഭർത്താവ്, അവരെ കണ്ടാൽ തിരിച്ചറിയില്ലേ? മക്കളെ കണ്ടാൽ തിരിച്ചറിയില്ലേ? ചിന്തിക്കുന്നുണ്ടോ? ദുനിയാവിൽ വെച്ച് തന്നെ എത്രയോ വലിയ തെളിവുകൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരിച്ചറിയില്ല നമ്മളെ സാക്ഷ്യപ്പെടുത്തുകയാണ് അല്ലേ? താരാട്ട് പാട്ട് പാടി വേണ്ടതെല്ലാം നൽകി നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നൽകി നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചോർത്തു. നല്ല ഒരു ഉദ്യോഗത്തിലേക്ക് അടുത്തു വരുമ്പോ, അല്ലെങ്കിൽ ഒരു പഠന നിലവാരത്തിലേക്ക് അടുത്തു വരുമ്പോ സുബ്ഹാനല്ലാഹ് ആലോചിക്കണം. ഓരോ ഉമ്മയുടെയും ഉപ്പയുടെയും കൽബിലെ ഏറ്റവും വലിയ സന്തോഷ സമയമേതാണ്? എന്റെ മകളെ വിവാഹം ചെയ്തയക്കുന്ന സമയം, എന്റെ മകൻ വിവാഹം ചെയ്യുന്ന സമയം. ഓരോ ഉപ്പയും ഉമ്മയും തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ വിവാഹം കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ, അവര് സ്വകാര്യമായിട്ടെങ്കിലും ഒന്ന് പറയാതെ ഉറങ്ങാത്ത ഉപ്പമാരും ഉമ്മമാരുമല്ലയോ? എന്റെ പെങ്ങന്മാരിവിടെയും പരിസരത്തും നമ്മുടെ KMIC-യിലൂടെ ലോകത്തിന്റെ നാനാഭാഗത്തും കേൾക്കുന്നവരാ. വിദ്യാർത്ഥിനികൾ എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടാകാ, സഹോദരിമാരെന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടാകാ. പെങ്ങളെ, ഉമ്മ, സഹോദരി, ഗൗരവത്തിലൊന്ന് ചിന്തിച്ചു നോക്കാനോ പറയുകയാണ്. അവരെ ആറ്റുനോക്കി വളർത്തി ഒരു പരുവമാക്കുമ്പോ വിവാഹത്തിന്റെ അന്ന് തന്നെ, ഈ അടുത്ത് നമ്മൾ അറിഞ്ഞില്ല സഹോദരങ്ങളെ, വിവാഹത്തിന്റെ അന്ന് തന്നെ അരമണിക്കൂറിന് മുമ്പ് ോടത്തിറങ്ങിപ്പോയ കഥനകഥകൾ കണ്ടോ? ദുനിയാവിൽ അവർ ഉമ്മയുടെ കണ്ണുനീരിന് വില കൊടുക്കുന്നില്ല. ഇത് ദുനിയാവിന്റെ അവസ്ഥയാണ്. ഉമ്മയുടെ ഹൃദയം പൊട്ടുമല്ലോ, വാപ്പയുടെ നെഞ്ച് പൊട്ടിപ്പിളരുമല്ലോ, എന്റെ കുടുംബക്കാർ എന്നെ ഓർത്ത് വിലപിക്കുമല്ലോ. ദുനിയാവിൽ ഇത് ദുനിയാവിന്റെ കാഴ്ചയാണ് സഹോദരങ്ങളെ. ദുനിയാവിൽ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ, അവരുടെ കണ്ണുനീരിനോ വിലാപത്തിനോ വില കൽപ്പിക്കുന്നില്ല എങ്കിൽ എല്ലാ നിലക്കും അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. കയ്യും കാലുമൊക്കെ നിശ്ചലമാകുന്ന, നാവുകൾ ശീലി വെച്ച് കരങ്ങൾ സംസാരിച്ച് കാലുകൾ അതിന് സാക്ഷി നിൽക്കുന്ന വല്ലാത്തൊരു പരലോകത്തിൽ പിന്നെ ഉമ്മയും ഉപ്പയും സ്വന്തം ശരീരത്തിന്റെ ശാശ്വത പരിഹാരത്തിന് വേണ്ടി തെള്ളിപ്പറയുകയില്ല എന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടഭിപ്രായമുണ്ടോ? അവിടെ ഉമ്മയെ കാണാത്ത, ഉപ്പയെ കാണാത്ത ഒരു അലമുറയും ഒരാളെയും അസ്വസ്ഥപ്പെടുത്താത്തൊരു കാലം അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്. അതിലൊന്നാമത്തെ പോയിന്റിലേക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കടക്കുകയാണ്. ഇദാ വുദിഅത്തിൽ മവാസീൻ വവുസിനത്തിൽ അഅമാൽ ഹത്താ യൻളുറ ഇബ്നു ആദം അയഖിഫ മീസാനുഹു അം യസ്ഖുലൂ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രപഞ്ചത്തിൽ കളവ് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കളവിനോട് ലാഞ്ചനയുള്ളൊരു വാക്കുപോലും പറയാൻ നാവ് ഉയർത്തിയിട്ടില്ലാത്ത സാദിഖുൽ മസ്തൂഖായ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ പറയാണ്, സഹോദരങ്ങളെ, ഇദാ വുദിഅത്തിൽ മവാസീൻ വവുസിനത്തിൽ അഅമാൽ, ഒരു തുലാസ് കൊണ്ടുവരപ്പെടുന്ന ഒരു രംഗമുണ്ടല്ലോ. ഞാനും നിങ്ങളും ചെയ്ത അമലുകൾ ഒന്നൊന്നായി കൃത്യമായി തൂക്കപ്പെടുന്ന ഒരു സമയമുണ്ടല്ലോ സഹോദരങ്ങളെ. ഓരോ ആളുകളുടെയും ജയപരാജയം നിർണയിക്കുന്ന സമയം, ജയ അപജയം നിർണയിക്കുന്ന സമയം, രക്ഷാശിക്ഷകൾ നിർണയിക്കുന്ന സമയം, നരകസ്വർഗം നിർണയിക്കുന്ന സമയം. ആ സമയം സുബ്ഹാനല്ലാഹ്, ആ അമലുകളെ തൂക്കപ്പെടുന്നൊരു സമയം നിങ്ങൾ ആലോചിക്കുക. എത്ര ഗൗരവമാണ്, എത്ര ഗൗരവമാണ്. ഒരു റിസൾട്ട് അറിയാൻ കാത്തു നിൽക്കുന്ന, SSLCയുടെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് അറിയാൻ കാത്തു നിൽക്കുന്ന കുട്ടികളുടെ മനസ്സിലുള്ള പരിഭവമല്ല. ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് പോയി തനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടോ എന്നറിയാൻ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി പ്രതീക്ഷയോടെ റിസൾട്ടിന് കാത്തു നിൽക്കുന്ന ഒരു പരിഭവമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര, നിന്റെ പാസ്പോർട്ട് ഡാമേജായി വളരെ പ്രയാസപ്പെട്ടൊരു പുതിയ പാസ്പോർട്ട് എടുക്കാൻ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് അത് കിട്ടുമോ ഇല്ലേ എന്നതിന്റെ വക്കത്തെത്തി പ്രതീക്ഷയോടെ നിൽക്കുന്ന ഒരു പരിഭവത്തിന്റെ സമയമല്ല. അള്ളാഹുവിന്റെ പരലോകമാണ്, അള്ളാഹുവിന്റെ പരലോകമാണ്. ആ
പരലോകത്തിൽ അല്ലാഹുവേ അല്ലാഹുവേ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ, കത്തിക്കാളുന്ന നരകത്തിൽ ഞാൻ വീണുപോകുമോ? ഭയാനകരമായ ഭീകരമായ നരകത്തിൽ ഞാൻ ആപതിച്ചു പോകുമോ? സഹോദരങ്ങളെ ചിന്തിക്കുക. അവിടെ നിന്റെ അമലുകളെ തൂക്കപ്പെടുമ്പോ പടച്ചവനെ യഖ്ഫ മീസാനുഹു അം യസ്ഖുലു, തൂക്കം കൂടുന്നുണ്ടോ അതോ തിന്മയാണോ കൂടുന്നത്? ആ തുലാസിന്റെ സൂചിയിലേക്ക് നോക്കി നിൽക്കുന്ന നമ്മുടെ ആ തുലാസ് ആ തട്ടുകളിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു സമയം, ആയിഷ, ഒരു ഉമ്മയുടെ കരച്ചിലും ഒരു മകനെ സ്വാധീനിക്കുകയില്ല, ഒരു മകനും ഒരു ഉമ്മയെ സ്വാധീനിക്കുകയില്ല. ഒരു ബന്ധത്തിന്റെ പ്രകമ്പനത്തിനും അവിടെ ആരും ശ്രദ്ധിക്കുകയില്ല. അവിടെ അവരവരുടെ അമലുകൾ തൂക്കപ്പെടുന്ന സമയം, സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ വരാനുള്ള കാര്യമല്ലയോ? ഒന്നാലോചിച്ച് നോക്ക്. ഒരു ദിവസം 21,600 തോട്ട്സുകൾ, ചിന്തകൾ ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലൂടെ മിന്നിമറയുന്നു എന്ന് ആധുനിക വൈദ്യശാസ്ത്രം പറയുമ്പോ, ഓരോ മനുഷ്യനും പരലോകത്തെക്കുറിച്ച് ആ 21,600 ചിന്തകളിൽ എത്ര ചിന്തയാണ് അവന്റെ കൽബിൽ ഈ ശാശ്വതമായ പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? ആലോചിച്ചു നോക്ക്. രണ്ടാമത്തെ പോയിന്റിലേക്ക് ഞാൻ കടക്കുകയാണ്. ദീർഘമായി നിങ്ങളെ ഞാൻ പ്രയാസപ്പെടുത്തുന്നില്ല. രണ്ടാമത്തെ പോയിന്റിലേക്ക് കടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വഇൻദ സഹഫി ഹത്താ യൻദുറ ബിയമീനിഹി യുഖദു കിതാബു ഔ ബിശിമാലി. കിതാബ് കൊണ്ടുവരുന്നൊരു രംഗം, അത് പിൻഭാഗത്തുകൂടി ഇടത് കൈയിലാണോ അതോ മുൻഭാഗത്തുകൂടി വലത് കൈയിലാണോ? ആ ഒരു രംഗം, ആ ഒരു രംഗത്തിലും പരിസരം അറിയുകയില്ല, ആ ഒരു രംഗത്തിലും പരിസരം വീക്ഷിക്കുകയില്ല. ആര് കരഞ്ഞാലും എത്ര വലിയ കുലുക്കമുണ്ടായിരുന്നാലും ഒരാൾ മറ്റൊരാളിനെ തിരിച്ചറിയാത്തൊരു രംഗമാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വഇൻദ സിറാത്ത്, മൂന്നാമത്തെ ഘട്ടം ഏതാണെന്നറിയുമോ? വഇൻദ സിറാത്ത്, ആ പരലോകത്തിലൊരു പാലം കടന്നു പോകാനുണ്ട്, പാലം കടന്നു പോകാനുണ്ട്. സഹോദരങ്ങളെ ചിന്തിക്കുക. നമ്മുടെ നാട്ടിലും പാലങ്ങളുണ്ട്. ഒരുപാട് പാലങ്ങളിലൂടെ നമ്മൾ ദിനേന യാത്ര ചെയ്യുന്ന ആളുകളാണ്. ആ പാലത്തിലൊന്ന് കാൽ വഴുതി വീണുപോയാൽ വെള്ളത്തിലോ തരിശുഭൂമിയിലോ പാറയിലോ ആയിരിക്കും. പക്ഷെ അല്ലാഹുവിന്റെ പരലോകത്തിലുള്ളൊരു പാലം, ആ പാലത്തിലൂടെ കടന്നു പോകുമ്പോ ആ പാലത്തിൽ നിന്ന് കാൽ വഴുതിപ്പോയാൽ കത്തിക്കാളുന്ന ഭീകരമായ നരകാഗ്നിയിൽ പെട്ടുപോകും. ആ പാലത്തിന്റെ മീതെ ഒരു നടത്തമുണ്ട്. വല്ലപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കാൻ, ഇടക്കിടക്കെങ്കിലും ഒന്ന് ആലോചിക്കാൻ, അല്ലാഹുവേ, എന്നല്ലെങ്കിൽ നാളെ സ്വർഗം, ഒന്നെങ്കിൽ സ്വർഗത്തോപ്പാകണം എന്റെ ഖബറ്, അല്ലെങ്കിൽ അത് നരകക്കുണ്ടാണ്. രണ്ടിന്റെയും ഇടയിലുള്ള ഒരവസ്ഥ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കാവില്ലല്ലോ. ഒന്നെങ്കിൽ ഖബറ് സ്വർഗത്തോപ്പാണ്, അല്ലെങ്കിൽ നരകക്കുണ്ടാണ്. ഏത് വേണമെന്ന് ചിന്തിക്കേണ്ട സമയമാണ് നമ്മളിടയിലൂടെ മിന്നി മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇമാം റാസി തങ്ങൾ പറഞ്ഞതുപോലെ കൽബിന്റെ ഉള്ളിലുള്ള കാതു തുറന്ന് കേൾക്കാനും കൽബിന്റെ ഉള്ളിലുള്ള കണ്ണു തുറന്ന് കാണാനും എന്ന് സത്യവിശ്വാസി തയ്യാറാകുന്നുവോ അവന്റെ കൽബിൽ പ്രകാശം വരുന്നതാണെന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വഇൻദ സിറാത്ത്, കടന്നു പോകാനുണ്ട്. ആ പാലത്തിലൂടെയുള്ള ഒരു വല്ലാത്ത പ്രയാണമുണ്ട് സഹോദരങ്ങളെ. അവിടെ കാൽവഴുതിപ്പോയാൽ, അവിടെ നമ്മൾ അറച്ചുപോയാൽ, അവിടെ നമ്മൾ കാലുകൾക്ക് പിഴച്ചുപോയാൽ മറിഞ്ഞു വീടുന്നൊരു സങ്കേതത്തിൽ നിന്ന് എങ്ങനെയാണ് കരകയറുക? പടച്ചവനെ, ആ സമയത്തിൽ ആത്മീയ അവബോധത്തോടെ ജീവിച്ചുകൊണ്ട് ഒരു ഉറച്ച കാൽവപ്പോടെ മുന്നോട്ട് പോയി വളരെ വേഗം ആ പാലം കടന്ന് അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ അധ്യക്ഷനായുള്ള സ്വർഗത്തിൽ കിടക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഒരു പോയിന്റ് കൂടെ ചേർത്ത് പറഞ്ഞ് ഞാൻ ചുരുക്കുകയാണ്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ഞാൻ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നു. കാരണം മണിക്കൂറുകളോളം
ഈ പരിപാടി എൻ്റെ ഈ പ്രസംഗം ഇപ്പോൾ തുടങ്ങിയാണെങ്കിലും നിങ്ങൾ ഏറെ നേരം കൊണ്ട് ഇരിക്കുന്ന ആളുകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരൽപ്പം മഹബത്ത് ഇല്ലാതെ നമുക്ക് എന്തായിരുന്നാലും സലാമത്ത് ഉണ്ടാവുക നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് ചെറിയ സംഭവം കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഹബീബായ നബി തങ്ങളുടെ പേരിൽ ഒരു 3 സ്വലാത്തും കൂടി ചൊല്ലി ഇൻഷാ അല്ലാഹ് ഇനി എന്തെങ്കിലും പരിപാടികൾ ഇതിനു ശേഷം നടക്കാനുണ്ടോ എനിക്കറിയില്ല. ഇൻഷാ അല്ലാഹ് അതോടുകൂടി നമ്മൾ സമാപിക്കും. അല്ലാഹു ഖൈറാക്കുമാർ. എല്ലാവരും ഒരു സ്വലാത്ത് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകരുടെ പുണ്യ മദീനയിലേക്ക് ഒരു സ്വലാത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാതുല്ലാഹി അലൈക്കും. അതുകൊണ്ട് ഹബീബിനോടുള്ള പ്രണയം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കണം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യമായ മദീനയിലേക്കൊരു ജൂതനായ പണ്ഡിതൻ കടന്നു വരികയാണ്. പണ്ഡിതൻ കടന്നു വരികയാണ്. ആ ജൂതൻ കടന്നു വരുന്നതിന്റെ ഉദ്ദേശം അല്ലാഹുവിന്റെ റസൂലിനെ ഒന്ന് നേരിട്ട് കാണണം, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടെന്ന് കൈപിടിക്കണം, പരിശുദ്ധമായ കലിമ പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിലേക്ക് കടന്നു വരണം. മുസ്ലിമാകാനുള്ള ആഗ്രഹം കൊണ്ടാണ് ജൂതനായ പണ്ഡിതൻ കടന്നു വരുന്നത്. ചരിത്രത്തിൽ ആദ്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ മണ്ണിൽ കാലുകുത്തുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അനുരാഗത്തിന്റെ അശ്രുഗണങ്ങൾ വീണ് അനുഗ്രഹീതമായ പുണ്യമായ മദീനയിലേക്ക് ഈ മനുഷ്യൻ കടന്നു വരുമ്പോ അള്ളാന്റെ റസൂലിനെ കുറിച്ച് അയാൾ വേദങ്ങളിൽ പഠിച്ച ആളാണ്, ആ മദീനയെ കുറിച്ച് പഠിച്ച ആളാണ്, പ്രവാചകന്മാരുടെ അനുചരന്മാരെ കുറിച്ച് വായിച്ചു പഠിച്ച ആളാണ്. കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, എവിടെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയാണ്? ഞാൻ ഹബീബായ നബി തങ്ങളെ തേടി വന്ന ആളാണ്. ആദ്യമായി കണ്ടുമുട്ടുന്നത് ആരെയെന്നറിയുമോ? സഹാബിമാരിൽ പ്രമുഖനായ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. ആപ്പിള് പോലെ ചുവപ്പുള്ള നല്ല ഗ്ലാമറുള്ള സൗന്ദര്യമുള്ളൊരു സ്വഹാബിയാണ്, വളരെ സുന്ദരനായൊരു സ്വഹാബിയാണ്. സൽമാനുൽ ഫാരിസി തങ്ങളുടെ സുന്ദരമായ മുഖം ഈ ജൂതനായ മനുഷ്യൻ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലായിരിക്കുമോ ഇത്? കാരണം കാണാൻ നല്ല ഒളിമിന്നുന്ന മുഖമല്ലയോ, കാണാൻ നല്ല സൗന്ദര്യമുള്ള മുഖമല്ലയോ, ഇത് അല്ലാഹുവിന്റെ റസൂലെങ്ങാണമാണോ, ഇത് പ്രവാചകനെങ്ങാണമാണോ? സൽമാൻ തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലയോ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണോ? നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബാണോ? നിങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണോ? ഉടൻ തന്നെയാ സൽമാൻ തങ്ങൾ പൊട്ടിക്കരയുകയാണ്, ലാ അന അബ്ദുഹു, ഞാനാ പ്രവാചകന്റെ എളിയ ദാസനാണ്, ഞാനാ പ്രവാചകന്റെ എളിയ ദാസനാണ്, ഞാനാ പ്രവാചകന്റെ എളിയ സേവകനാണ്. എവിടെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് ചോദിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ എവിടെയാണെന്ന് ചോദിച്ചിട്ട് ഈ ജൂതനായ പണ്ഡിതൻ പറയുകയാണ്, എനിക്ക് അല്ലാഹുവിന്റെ റസൂലിനെ ഒന്ന് കാണണം, എനിക്ക് ഹബീബായ നബി തങ്ങളെ ഒന്ന് കാണണം, ആ കരങ്ങൾ പിടിക്ക് എനിക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരണം. അല്ലാഹുവിന്റെ റസൂൽ എവിടെയാണെന്ന് ചോദിച്ചപ്പോ സൽമാൻ തങ്ങൾ പറയുകയാണ്, ആ പള്ളിയുടെ പരിസരത്തിരിക്കുന്ന സ്വഹാബികൾ അവിടെയുണ്ട്, നിങ്ങൾ അങ്ങോട്ട് കടന്നു ചെല്ലൂ, അവിടെ അന്വേഷിക്കൂ. അതാ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള ധാരാളം സ്വഹാബിമാർ, അഹ്ലുസ് സുഫത്തിന്റെ സ്വഹാബിമാർ ആ മദീനത്തെ പള്ളിയുടെ ചാരത്തിരിക്കുകയാണ്. സഹോദരങ്ങളെ, ജൂതനായ പണ്ഡിതൻ കടന്നു വരുമ്പോ ഈ പണ്ഡിതൻ ചോദിക്കുകയാണ്, നിങ്ങളിൽ ആരാണ് മുഹമ്മദ് മുസ്തഫ?
അള്ളാന്റെ റസൂൽ എവിടെയെന്ന് ചോദിക്കുമ്പോ മഹാനായ അലിയാർ തങ്ങളടക്കമുള്ളവർ അവിടെയും കരച്ചിൽ തന്നെയാണ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോ അലിയാർ തങ്ങൾ മെല്ലെ മുന്നോട്ട് വന്നുകൊണ്ട് പറയുകയാണ്, ഓ മനുഷ്യ, ഞങ്ങളുടെ അനുരാഗത്തിന്റെ രാജകുമാരൻ ലോകത്തോട് വിട പറഞ്ഞിട്ടിന്ന് 3-ാമത്തെ ദിവസമാണ്. ഇന്ന് 3-ാമത്തെ ദിവസമാണ്. ഞങ്ങൾ ആ ദുഃഖത്തിലിരിക്കുമ്പോ നിങ്ങൾ ആ പ്രവാചകന്റെ പേര് പറയുമ്പോ ഞങ്ങൾക്ക് വല്ലാത്ത അസഹ്യമായ വേദനയാണ്. അള്ളാന്റെ റസൂല് വഫാത്തായി എന്ന് കേട്ടപ്പോ ഈ ജൂതനായ പണ്ഡിതൻ സുബ്ഹാനല്ലാഹ് 2 കരങ്ങളും അതാ തലയിൽ വെച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. വാഹുസ്നാ, എനിക്ക് വന്ന വേദനയെ, എനിക്ക് വന്ന പ്രയാസമേ, എനിക്ക് വന്ന ദുഃഖമേ, എനിക്ക് വന്ന വല്ലാത്ത പ്രതിസന്ധിയെ. അള്ളാന്റെ റസൂല് വഫാത്തായോ ഉടൻ തന്നെ ഈ മനുഷ്യന് ചോദിക്കുകയാണ്, അള്ളാന്റെ റസൂലിന്റെ ഒരു കുപ്പായം ഇങ്ങ് തരൂ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് മുമ്പോട്ട് പറഞ്ഞിട്ട് നമുക്ക് ചെറിയ ദ്വാരക്കും. എല്ലാ ആളുകളും ഒന്ന് എഴുന്നേറ്റ് വർക്കത്തിനൊന്ന് മുമ്പോട്ട് അടുത്ത് നിന്നാൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു ദ്വാരക്ക് നമ്മളെ പ്രയാസപ്പെടുത്തുന്നില്ല. എല്ലാവരും അൽഹംദുലില്ലാഹ് വളരെ റാഹത്തായി ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി ഓടി നടന്ന ധാരാളം നിസ്വാർത്ഥരായ പ്രവർത്തകന്മാരുണ്ട്, മുഖ്ലിസീങ്ങളായ പ്രവർത്തകന്മാരുണ്ട്, നമ്മുടെ കമ്മിറ്റിക്കാരടക്കമുള്ളവർ. നിങ്ങൾ ചിലപ്പോൾ 2-3 മണിക്കൂർ ഇവിടെ ചെലവഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ പിന്നിൽ സുബ്ഹാനല്ലാഹ് എത്ര മാസത്തെ അധ്വാനമാണ് ഈ കാണുന്നത്. അള്ളാഹുവർക്കൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. എടുത്തു പറയാനുള്ളത്, അൽഹംദുലില്ലാഹ്, സംഘടനാ തർക്കങ്ങളോ മറ്റൊന്നുമില്ലാതെ സുന്നത്ത് ജമാഅത്തിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് എല്ലാ പണ്ഡിതന്മാരെയും സാദാത്യങ്ങളെയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വളരെ അപൂർവമായ ഒരു സന്തോഷകരമായ, നമ്മെ എന്നും അതിരറ്റ് സന്തോഷിപ്പിക്കുന്ന ചില സാഹചര്യങ്ങളുമാണ് ഇവിടെയുള്ളത്. അള്ളാഹു ഖിയാമത്ത് നാളിൽ അവരെ നിലനിർത്തുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ഉലമാക്കൾക്കും സാദാത്യങ്ങൾക്കും പടച്ചവനെ ഇഖ്ലാസോടെ ഖിദ്മത്ത് ചെയ്യുന്ന മുഴുവൻ മഹാന്മാരായ പണ്ഡിതന്മാർക്കും സാദാത്യങ്ങൾക്കും അവരേത് സംഘടനക്കാരാകട്ടെ നീ ഖൈറും ബറക്കത്തും ചെയ്യണം റഹ്മാനെ, നീ സിഹത്ത് നൽകണം റഹ്മാനെ. പടച്ചവനെ ധാരാളം ഉലമാക്കൾ സാദാത്യങ്ങൾ വഫാത്തായി പോയിട്ടുണ്ട്. അവരുടെ ഖബറുകളിലേക്ക് ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തിന്റെ മിസ്ലു സവാബുകൾ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനേ. ഇൻഷാ അല്ലാഹ് ഒരു ബക്കറ്റ് നിങ്ങളുടെ അടുക്കലേക്ക് വരും. കഴിയാവുന്ന സംഭാവനകൾ ഒന്ന് വെയിറ്റ് ചെയ്യും. അള്ളാന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായെന്നറിഞ്ഞപ്പോ ഈ ജൂതനായ പണ്ഡിതൻ ചോദിക്കുകയാണ്, എനിക്ക് ആ പ്രവാചകൻ ധരിച്ച ഒരു കുപ്പായമെങ്കിലും ഒന്ന് തരുമോ? ആ പ്രവാചകൻ ധരിച്ചൊരു കുപ്പായം മറ്റൊന്നിനുമല്ല, എനിക്കൊന്ന് മുത്തി മണക്കാനാണ്. ആ പ്രവാചകനെ എനിക്ക് ജീവിതത്തിൽ കാണാൻ സൗഭാഗ്യം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടുന്ന് ധരിച്ച ഒരു കുപ്പായമെങ്കിലും തരുമോ? എനിക്കൊന്ന് മുത്തി മണക്കാനാണ്. അലിയാർ തങ്ങൾ സൽമാൻ തങ്ങളോട് പറയുകയാണ്, അല്ലയോ സൽമാനെ, ഫാത്തിമാനോട് പറ റസൂലുള്ളാന്റെ ഒരു കുപ്പായം ഇങ്ങ് തരാൻ. സൽമാൻ തങ്ങൾ ഫാത്തിമ ബീവിയുടെ അടുക്കൽ പോവുകയാണ്. ബീവി ഫാത്തിമ, റസൂലുള്ളാന്റെ ഒരു കുപ്പായം ഇങ്ങ് തരൂ. ഇത് കേട്ടപ്പോ വെങ്ങിപ്പൊട്ടിക്കൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്, അല്ല സൽമാനെ, റസൂലുള്ളാന്റെ കുപ്പായം ധരിക്കാൻ യോഗ്യനായ ആരെങ്കിലും എന്നീ മദീനത്തുണ്ടോ? അല്ല ബീവി ഫാത്തിമ, ഒരു ജൂതനായ പണ്ഡിതൻ വന്നിട്ടുണ്ട്, കാര്യം പറയുകയാണ്. അങ്ങനെ കുപ്പായവുമായി മനുഷ്യന്റെ അടുക്കൽ വരുകയാണ്. സുബ്ഹാനല്ലാഹ്, അത് അദ്ദേഹത്തിന്റെ മുഖത്തോട് ചേർത്ത് വെച്ച് മുത്തം വെച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. ശേഷം ആ മനുഷ്യൻ ചോദിക്കുന്നു, എവിടെയാണ് ഹബീബായ നബി തങ്ങൾ ഉമ്മ വെച്ചുറങ്ങുന്ന മണ്ണ് എവിടെയാണ്? റസൂലുള്ളാന്റെ റൗള എവിടെയാണ്? ആയിഷ ബീവിയുടെ വീടിന്റെ ചാരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പുണ്യപൂമാൻ ഉറങ്ങുന്ന മണ്ണ് കാണിക്കുകയാണ്. അവിടെ ചെന്ന് നിന്നുകൊണ്ട് ആദരവോടെ വിളിച്ചു പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്.
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഹബീബായ നബി തങ്ങളെ മരിക്കുന്നതിന് മുമ്പൊന്ന് കിനാവിൽ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കണ്ടവർക്ക് വീണ്ടും കാണാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, എത്രയോ മുഅ്മിനീങ്ങൾ ഈ വിനീതനോട് കണ്ട കാര്യം പങ്കുവച്ചിട്ടുണ്ട്. അതൊന്നും പറയാനുള്ള സമയം പോരാ. അതുകൊണ്ട് മഹബ്ബത്ത് വാക്കിലോ വായനയിലോ മാത്രം ഒതുങ്ങരുത്. അത് ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ളതാണ്. അത് ഹൃദയത്തിൽ ലയിച്ചു ചേരാനുള്ളതാണ്. അത് നമ്മുടെ ഹൃദയത്തിലെ താളമാണ്, രാഗമാണ്, ലയമാണ്, എല്ലാമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിലൂടെയാണ് നമുക്ക് രക്ഷപ്പെടാനുള്ളത്. അതുകൊണ്ടൊരു മൗലായ സല്ലി വസല്ലം من أبدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن سعد سعيد زبير طلحة وأبي عبيدة وبن عوف عاشر الكرم مولاي الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമർ റഹീമായ റബ്ബേ, കരുണയുള്ള തമ്പുരാനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണമല്ലോ, നീ പൊരുത്തപ്പെടണമല്ലോ, നീ ബറക്കത്ത് ചൊരിയണമല്ലോ. പടച്ചവനെ ോഹിനെ നീ കൊണ്ടുപോകല്ലേ അല്ല. ഒരുപാട് വിഷമങ്ങളിൽ അവരുണ്ട് പടച്ചവനെ. ക്യാൻസർ എന്ന മഹാരോഗത്തിൽപ്പെട്ട് പ്രയാസപ്പെട്ട് ധാരാളം ആളുകൾ ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്നവരുണ്ട്. എല്ലാ മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണമല്ലോ. പടച്ചവനെ അല്ലാഹുവേ, നരകിച്ച് കിടക്കുന്നൊരവസ്ഥ വരുത്തല്ല റബ്ബേ. ആഫിയത്ത് നൽകണേ അല്ലാ. മാഅത്തിന്റെ സംഘടനകൾക്കിടയ്ക്ക് ഐക്യം വേണമെന്ന് ആഗ്രഹിച്ച് ധാരാളം യത്നിച്ച ഒരു മഹാനായ സയ്യിദ് പാണക്കാട് മുത്തു ശിഹാബ് തങ്ങളുടെ ഖബറിലാണ്. ആ ഖബറും നീ സ്വർഗീയ ആരാമമാക്കണം അല്ലാ. പടച്ചവനെ, ആ ഖബറും നീ പ്രവിശാലമാക്കണം റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, നൂറുൽ ഉലമ ഖബറിലാണ് പടച്ചവനെ. അല്ലാഹുവേ, അതുപോലെ വൈലത്തൂര് ബാബ ഉസ്താദ് അടക്കമുള്ള ഒരുപാട് പണ്ഡിതന്മാർ, കുണ്ടൂർ ഉസ്താദ് അടക്കമുള്ള പടച്ചവനെ, നെല്ലിക്കുത്ത് ഉസ്താദ് അടക്കമുള്ള ധാരാളം പണ്ഡിതന്മാർ ഖബറിലാണ് പടച്ചവനെ. അവരുടെ ഖബറുകൾ നീ സന്തോഷിപ്പിക്കണം റഹ്മാനെ. ഈ വിനീതന്റെ ഉസ്താദിന്റെ ഉസ്താദുമാരായ ശംസുൽ ഉലമയും ഇ കെ ഹസൻ ഉസ്താദും ഖബറിലാണ്. അവരുടെ ദറജകൾ നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ. അവരുടെ ദറജകളും നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസികളുണ്ട്, അവർക്ക് ആശ്വാസം നൽകണമല്ലോ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا ارحمهما كما ربونا صغارا رب زدنا علما نافعا آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. എല്ലാ ആളുകളും ഒന്ന് മുമ്പോട്ട് കടന്നു വന്ന് നിങ്ങളുടെ കയ്യിലുള്ള നല്ല ഒരു ഹദിയ തരണം. എല്ലാവരും വരണം, ഇല്ലാത്തവരും വരണം, എല്ലാവരും വരണം. ഒന്ന് കൈപിടിച്ചു പോകുന്നത് മുഅ്മിനീങ്ങൾ തമ്മിൽ ഒന്ന് കരങ്ങൾ സ്പർശിക്കുന്നത് ബറക്കത്താണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എല്ലാവരും വരണം. തൽക്കാലം എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് ഇവിടെ പറയുന്നു. ആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു